ഗോയിങ് ടു ടീച്ച് യു മാത്തമാറ്റിക്സ് ഇൻ അക്കൗണ്ടിങ്. മാത്തമാറ്റിക്സ് ഇൻ അക്കൗണ്ടിങ്. നല്ലോണം ശ്രദ്ധിച്ചോണം, മനസ്സിലാകുന്നുണ്ടെങ്കിൽ പറഞ്ഞോണം. സമ്മതിച്ചല്ലോ? ഞാൻ പറഞ്ഞു തന്നെയാന്ന് പറയണം. സാറേ അതിനാദ്യം മനസ്സിലാകണ്ടേ, അതുവരെ മിണ്ടാതെ ഇവിടെ ശ്രദ്ധിക്കുക. മാത്തമാറ്റിക്സ് ഇൻ അക്കൗണ്ടിങ്. ഇഫ് പ്രോഫിറ്റ് ഈസ് 1/4 on cost, how much on sale? നന്നായി, ധൈര്യമായിട്ട് പറഞ്ഞു. ഐ ഡോണ്ട് നോ. ഓക്കെ. ഇഫ് പ്രോഫിറ്റ് ഈസ് 1/5 on cost, how much on sale? പോട്ടെ സാറേ, 1/4 അറിയത്തില്ല, പിന്നെ എന്തിനാ 1/5? ഐ ഡോണ്ട് നോ. പറ. ഇഫ് പ്രോഫിറ്റ് ഈസ് 1/108 on cost, how much on sale? പറ, ധൈര്യമായിട്ട് പറ. അതുകൊണ്ടല്ലേ കാശ് കൊടുത്തു വന്നേക്കുന്നത്. യെസ് ഓർ നോ? ഇതൊക്കെ അറിയത്തില്ലാത്തതുകൊണ്ടാണ് കാശ് കൊടുത്തേക്കുന്നത്, ശരിയല്ലേ? ഓക്കെ. ഇഫ് പ്രോഫിറ്റ് ഈസ് 2/5 on cost, ഒരു കുഴപ്പമില്ലടാ. 3/8 on cost, 200% on cost. ഇഫ് എനിബഡി നോസ് യു ക്യാൻ ആൻസർ കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞു. യു ഹാവ് എവറി റൈറ്റ് ടു ടെൽ ഐ ഡോണ്ട് നോ. ആരെങ്കിലും എന്തെങ്കിലും അറിയാത്തതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്ന് പറ, ഭയപ്പെടാതെ. അറിയത്തില്ലാതെ എന്നാ പറയണ്ടേ? അതിന് പകരം അയ്യോ എനിക്കറിയത്തില്ലല്ലോ, എന്ത് പറ്റും? അറിയത്തില്ല. നിങ്ങളൊക്കെ സ്റ്റുഡൻസായി. എനിക്കറിയത്തില്ലെങ്കിലാണ് നാണക്കേട്. നിങ്ങൾക്കറിയാൻ മേലാത്ത ഒരു കുറ്റമല്ല. എനിക്കറിയത്തില്ല. പക്ഷെ അറിയാത്തത് അറിഞ്ഞ പോലെ അഭിനയിക്കാതെ. ഐ തിങ്ക് ചിലർ ഇംഗ്ലീഷിൽ ഐ തിങ്ക് 1/4 ഈസ് 1/2 അല്ലേ, മോന്തക്കൊരടി കൊടുക്കാൻ തോന്നുന്നു. അറിയാത്തത് അറിയത്തില്ലെന്ന് പറ. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ലേൺ സംതിങ്. ഐ ഡോണ്ട് നോ ഈസ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ലേൺ സംതിങ്. ഒരു കാര്യം എനിക്ക് അറിയത്തില്ല എന്നുള്ളത് ആദ്യം അറിയണം. ഐ നോ ദാറ്റ് ഐ ഡോണ്ട് നോ. ഇഫ് പ്രോഫിറ്റ് ഈസ് 1/4 on cost, how much on sale? How much on sale? The answer is, if the profit is 1/4 on cost, it is 1/5 on sale. It is a 1/5 on a sale. If the profit is 1/5 on cost, is equal to 1/6 on a sale. If the profit is 1/108 on cost, is equal to 1/109 on sale. Very good. ഇപ്പൊ വന്നത് കണ്ടോ ആറ്റിറ്റ്യൂഡ്? അങ്ങനെയൊന്നും പറ്റിക്കണ്ട. എങ്ങനെയാന്ന് പറ. അങ്ങനെ തോന്നില്ലേ? അതാണ് പഠനം. ബാക്കിയൊക്കെ നിങ്ങളുടെ മിസ് 1/4 ഈസ് 1/5. അങ്ങനെയല്ല, ഞങ്ങളെ ഒന്നും ഇനി പറ്റിക്കണ്ട. അങ്ങനെ ഞങ്ങൾ +1 +2 ഒരുപാട് പറ്റിക്കപ്പെട്ടു. ഇനി പറ്റിക്കപ്പെടാനുള്ള താല്പര്യമൊന്നുമില്ല. എന്തുകൊണ്ട് ചോദിക്കേ? വൈ ഇഫ് പ്രോഫിറ്റ് ഈസ് 1/4 on cost is equal to 1/5 on sale? ഹൗ ആർ? എന്തുകൊണ്ട്? എങ്ങനെ വേണേലും ചോദിക്കാം. വൈ ചോദിച്ചേ. ഹൗ. വെരി ഗുഡ്. റെഡിയാണോ? പറഞ്ഞു തരട്ടെ? ഓക്കെ. ഇഫ് പ്രോഫിറ്റ്, this formula we call it as profit formula. എന്ത് ഫോർമുല? ഇതിൻ്റെ പേരെന്നാ? ചാപ്റ്ററിൻ്റെ പേര്? അക്കൗണ്ടിങ്. It's not a separate chapter in accounting, but this concept we will use it in various chapters. ഈ ഒരു ചെറിയ കോൺസെപ്റ്റ് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സിൽ യൂസ് ചെയ്യും. So we have to become expert in this concept. ചെറിയൊരു കോൺസെപ്റ്റ്. Sir, how sir? If profit is 1/4 on cost, how come it is 1/5 on sale? I need a clarity, sir. I need a clarity. ഇന്നാ പിടിച്ച പിള്ളേരെ. We are purchasing a product for 100 rupees. We are purchasing a product for ഒരു സാധനം നമ്മൾ 100 രൂപയ്ക്ക് വാങ്ങുന്നു. That 100 rupees is the cost of the product. Correct? The money paid to acquire any product is the cost of the product. ഒരു സാധനം നിങ്ങൾ 100 രൂപയ്ക്ക് വാങ്ങി. The cost of the product is 100 rupees. And you are selling that product for 125 rupees. For 125. You are selling the product for 125. അതുപോലൊരു പ്രോഡക്റ്റ് 100 രൂപയ്ക്ക് വാങ്ങി 125 രൂപയ്ക്ക് ഒരു കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുമോ പറ്റത്തില്ലയോ? ഉറപ്പായിട്ടും പറ്റും. 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി 125 രൂപയ്ക്ക് വിൽക്കുന്നു. കറക്റ്റ്? പ്രാക്ടിക്കലി ദ സിറ്റുവേഷൻ ഈസ് പോസിബിൾ ഓർ നോട്ട് പോസിബിൾ? ഇപ്പം നമ്മളൊരു ബിസിനസ് ചെയ്യുവാണെങ്കിൽ 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങി അതൊരു കസ്റ്റമറിന് എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും? 125 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നോട്ട് ഓക്കെ? എല്ലാവരും വളരെ ആകാംക്ഷയോടെ കേട്ടോണ്ടിരിക്കുന്ന, ആകാംക്ഷയോടെ കേൾക്കണം. ഇപ്പം നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് പറഞ്ഞേ, കോസ്റ്റ് 100 രൂപ, സെയിൽ എത്രയാ? 125. പ്രോഫിറ്റ് എത്രയാ? ബ്യൂട്ടിഫുൾ പിള്ളേരെ, പ്രോഫിറ്റ് എത്രയാ? 25. എല്ലാവരും നിങ്ങളുടെ ശ്രദ്ധയെ ഈ പ്രോഫിറ്റിന് മാത്രം കൊടുക്കണം. കാരണം നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഫിറ്റ് ഈസ് എന്നാ പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ്? അപ്പം നമ്മുടെ ഫോക്കസ് എല്ലാം എവിടെയായിരിക്കണം? എല്ലാവരുടെ കണ്ണുകളും ലാഭത്തിലേക്ക് വന്നിട്ടില്ലേ പിള്ളേരെ? എടാ എവിടെയൊക്കെയോ ഇരിക്കുകയാണോ അതോ ലാഭത്തിൽ തന്നെയാണോ ഇരിക്കുന്നത്? വെരി ഗുഡ്. അപ്പോൾ ഈ പ്രോഫിറ്റ് തന്നെ ശ്രദ്ധിച്ചാൽ എത്രയുണ്ട്?
ഈ 25നെ അങ്ങനെയേ കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. ഈ 25 100ൽ 1/4. എന്താടാ 100ൽ 25 എത്രയാടാ? അതേ 25നെ 125 ആയിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. ഇതേ ലാഭത്തിനെ ഇതിനോട് റിലേറ്റ് ചെയ്ത് നോക്കിക്കേ. എന്താ വരുന്നേ? കയ്യൊന്ന് കൊട്ടി സന്തോഷിച്ചേ. എന്തോ ഒന്ന് ക്ലിക്കാവുന്നുണ്ടല്ലോ സാർ. നീ കൈ കൊട്ടത്തില്ലേ? ഓക്കെ, നിർത്ത്. കുറച്ചെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? സാർ അതെ സാർ. അതെ സാർ. ഡേയ്, ഇതൊക്കെ കുറച്ചൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അപ്പോൾ ഈ 25 രൂപ 100 രൂപയായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ 1/, അതേ 25നെ 125 ആയിട്ട് റിലേറ്റ് ചെയ്യുമ്പോഴോ? അപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 1/4 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/5 ഓൺ സെയിൽ. അങ്ങനെയാണ് അത് പറയുന്നത്. അതായത് 1/4 ഓൺ കോസ്റ്റ് എന്നത് ഇൻറ്റു കോസ്റ്റ്. കറക്റ്റ്. ഇപ്പോൾ 20% ഓൺ 1000 ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നാ ചെയ്യുന്നത്? 20/100 ഇൻറ്റു. അപ്പോൾ 1/4 ഓൺ കോസ്റ്റ് എന്നാൽ 1/4 ഇൻറ്റു കോസ്റ്റ്. കറക്റ്റ് അല്ലടാ? അതോ ഓൺ കോസ്റ്റ് എന്നാൽ പ്ലസ് കോസ്റ്റ് എന്ന് പറയാൻ പോവാണോ? എന്താ നിങ്ങളുടെ അഭിപ്രായം പറ? ഇൻറ്റു ആണോ പ്ലസ് ആണോ? 1/4 ഓൺ കോസ്റ്റ് എന്നാൽ 1/4 ഇൻറ്റു കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു സെയിൽ. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. കറക്റ്റ്. 1/4 ഇൻറ്റു കോസ്റ്റ് പ്രൈസ് ഇട്ട് വരുന്ന എമൗണ്ടും 1/5 ഇൻറ്റു സെയിൽ ഇട്ട് വരുന്ന എമൗണ്ടും എങ്ങനെയുള്ളതായിരിക്കുന്ന? ഈക്വൽ ആയിരിക്കുന്നു നമ്മളോട് പറയുന്നു. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. 1/4 ഇൻറ്റു കോസ്റ്റ്. ഈ സമ്മിൽ 1/4 കോസ്റ്റ് എത്രയാ? 100. അപ്പോൾ 1/5 ഇൻറ്റു സെയിൽ എത്രയാ? അപ്പോൾ 1/4 ഇൻറ്റു 100 ഇട്ടാൽ എത്രയാ വരുന്നത്? 25. 1/5 ഇൻറ്റു 125 ഇട്ടാൽ എത്ര വരും? സോ LHS ഇസ് ഈക്വൽ ടു RHS. അപ്പോൾ 1/4 ഓൺ കോസ്റ്റ് ഇട്ട് വരുന്ന പ്രോഫിറ്റും 1/5 ഓൺ സെയിൽ ഇട്ട് വരുന്ന പ്രോഫിറ്റും എന്തായിരിക്കും? കൈകൊട്ടി ആഘോഷിച്ചേ. മനസ്സിലായോ? ഡേയ്, മനസ്സിലായോ ഇല്ലയോ? സർ, ഇതെന്തോ ഇതിലൊന്ന് ശരിയായി. എല്ലായിടത്തും ഇതുപോലെ തന്നെ ശരിയാകുമോ? നമുക്ക് നോക്കാം. കോസ്റ്റ് 100. എന്താടേ? ഓക്കെ, അറമാദിക്കടാ. പ്രതിമ പോലെ കുത്തിയിരിക്കാതെ സന്തോഷമായിട്ടിരുന്നേ. ഇപ്പം ഞാൻ നിങ്ങളുടെ വായിൽ ജാങ്കിരി എടുത്ത് വെച്ച് തന്നാൽ എങ്ങനെ തിന്നും? ഒന്നുകൂടെ സാർ. അതുപോലെ നോളജ് എടുത്ത് തരുമ്പോൾ ജോളിയായിട്ടിരിക്കേ. അല്ലാതെ ഇങ്ങോട്ട് വെച്ചോ അങ്ങനെ ഇരിക്കാതെ. എനിക്ക് ബോറടിക്കും തരാനായിട്ട്. നിങ്ങൾക്ക് ഒത്തിരി തരണമെന്നാണ് എൻ്റെ ആഗ്രഹം. തയ്യാറല്ലേ? റൈറ്റ്. ഇതുകൊണ്ടെല്ലാം നാളെ വെളിയിൽ പോയി സീൻ കാണിക്കാം നമുക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നില്ലേ, പർപ്പസ് ആണോ പ്രിയാമ്പിൾ ആണോ? ആരെങ്കിലും അടുത്ത് വന്നാൽ യു നോ ദ പ്രിയാമ്പിൾ ഓഫ് ദ സബ്ജക്ട് ഫിനാൻഷ്യൽ അക്കൗണ്ട്. സോ ആസ് വാട്ട് ഇൻ ദ ഫിനാൻഷ്യൽ പെർഫോമൻസ്, സോ ആസ് വാട്ട് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നല്ലേ പറഞ്ഞു തന്നെ. പ്രോഫിറ്റ് ഓർ ലോസിന് ഇനിയൊരു പേരെന്നാ? ഫിനാൻഷ്യൽ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസിന് ഇനിയൊരു പേരെന്നാ? കിടുക്കനായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരുപാട് ആയുധങ്ങൾ കയ്യിലുണ്ടാകും നിങ്ങളുടെ. ആരെങ്കിലും ഒന്ന് പെട്ടുപോയാൽ തീർന്നു അവൻ. Endorsed bill, endorsed by the first endorsee, again endorsed by the second endorsee, discounted by the third endorsee, dishonored by the drawee. What is the journal entry in the book of second endorsee? അങ്ങനെ ആരോടെങ്കിലും ചോദിച്ചാൽ ചത്തുപോകവൻ. ഇതിനെല്ലാം നല്ല ഉത്തരങ്ങൾ പറഞ്ഞു തരും. അതെല്ലാം കൃത്യമായിട്ട് ഓർത്ത് വെച്ചോണം. എപ്പോഴേലും എവിടെയെങ്കിലും ഒരുത്തം വന്ന് നിങ്ങളോട് നിനക്കെന്ത് കോപ്പാട് അറിയാമെന്ന് ചോദിച്ചാൽ വാ 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 ഇരിക്കെ. Endorsed bill, endorsed by the first endorsee, again endorsed by the second endorsee, discounted by the third endorsee, dishonored by the drawee. What is the journal entry in the book of second endorsee? പറയടാ കുട്ടാ, വേഗം പറ. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഏതെങ്കിലും ഇൻ്റർവ്യൂവിൽ നിങ്ങളോട് ചോദ്യം ചോദിച്ച് നിങ്ങളെ കഷ്ടപ്പെടുത്തിയ എൻഡ് ഓഫ് ദി ഇൻ്റർവ്യൂ ദേ വിൽ ആസ്ക്, ഈസ് ദർ എനി അതർ ക്വസ്റ്റ്യൻ യു വാണ്ട് ടു ആസ്ക് എന്ന് ചോദിക്കും. അപ്പം ഇത് എടുത്തു വിടണം. അപ്പം അവൻ അതിൻ്റെ ഉത്തരം അറിയത്തില്ല. കാരണം അവൻ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ക്വസ്റ്റ്യൻ. ഒരിക്കലും ബുക്കിലുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇത്, ഞാനുണ്ടാക്കിയതാ. അതുകൊണ്ട് അവനിത് അറിയാനേ പറ്റത്തില്ല. അപ്പോൾ അവനിത് അറിയത്തില്ല എന്ന് കാണുമ്പോൾ നിങ്ങൾ അവനോട് പറയണം, സർ ദിസ് ക്വസ്റ്റ്യൻ യു ആർ അൺഎബിൾ ടു ആൻസർ. ഐ ഹാവ് നോട്ട് ആൻസേർഡ് സം ക്വസ്റ്റ്യൻസ് ഇൻ ദ ഇൻ്റർവ്യൂ. So, you should not evaluate me based on the answer because I am not evaluating based on this you have not given. മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? ധൈര്യമായിട്ടിരിക്കെ. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്തുള്ള അറിവ് മുഴുവൻ നിങ്ങൾക്ക് തരാൻ പോവാ. അതെല്ലാം നന്നായിട്ട് സൂക്ഷിച്ച് വെച്ചോണം. ആരെങ്കിലും വന്ന് മുട്ടാൻ നോക്കിയാൽ തട്ടിയേക്കണം അവനെ. മനസ്സിലായോ? ഒരുത്തിന് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് നിൽക്കാൻ പറ്റത്തില്ല. ഇത് ഒരു തവണ കൂടെ നോക്കാം നമുക്ക്. ഇത് കറക്റ്റായിട്ട് ഇവിടെയും ശരിയാവുന്നുണ്ടോ എന്ന്. ഒന്നിനൊക്കെ എല്ലാത്തിനും പറ്റുമോ നോക്കാം. കോസ്റ്റ് 100, സെയിൽ 120, പ്രോഫിറ്റ് എത്രയാണ് പറഞ്ഞേ? വെരി ഗുഡ്. പ്രോഫിറ്റ് ഈസ്
20. ഈ ഫോർമുലയുടെ പേരേ പ്രോഫിറ്റ് ഫോർമുല എന്നാണ് പറയുന്നത്. സാർ നിങ്ങളല്ലേ പറഞ്ഞത് അതിലെവിടെയാണ് അങ്ങനെയുള്ളത്? ഇഫ് പ്രോഫിറ്റ് ഈസ് എന്നാ ഫോർമുലയാ അത്? ഇതിൽ വരുന്ന ആൻസർ 1/4 ഇൻറ്റു കോസ്റ്റ് നിട്ടാൽ എന്താ ആൻസറാണ് വരുന്നത്? പ്രോഫിറ്റ്. 1/5 ഇൻറ്റു സെയിൽ നിട്ടാൽ എന്താ ആൻസറാണ് വരുന്നത്? ബ്യൂട്ടിഫുൾ. എല്ലാവരും ഇങ്ങോട്ട് നോക്കി. കോസ്റ്റ് 100, സെയിൽ 120. ഫുൾ എനർജിയും കോസ്റ്റിന് കൊടുക്കുവോ സെയിലിന് കൊടുക്കുവോ പ്രോഫിറ്റിന് കൊടുക്കുവോ? ഓക്കെ. ഈ പ്രോഫിറ്റിനെ ഈ 100 റിലേറ്റ് ചെയ്താൽ എന്നാ കിട്ടും? 1/, അതേ 20-നെ 120-നോട് റിലേറ്റ് ചെയ്താൽ അതേല്ലോ സർ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുപോലെ കൈകൊട്ടുന്നത് എന്തിനാ സാറേ? ഇതുപോലെ കൈകൊട്ടുന്നത് ചുമ്മാ ചോദിച്ചേ, എന്തിനാ സാറേ കൈകൊട്ടുന്നത്? വെരി ഗുഡ്. 3 അഡ്വാൻറ്റേജ് ഉണ്ട് കൈകൊട്ടുമ്പോൾ. എന്നാ ഉള്ളത്? ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന്, വെൻ യു ക്ലാപ്പ് ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് എ കോൺസെപ്റ്റ്, ഐ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. So that I will not keep on repeating the same concept. It will be boring for you as well as for me. You are just, when you clap hands, I will think that you have understood the concept. Otherwise, ഞാൻ എന്താ ചെയ്യുക? ഇത് പിടിച്ച് ഒരു കോൺസെപ്റ്റ് പിടിച്ചിട്ട്, മനസ്സിലായോ നിനക്ക്? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്കോ? ഇതുപോലെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്ന സമയം തീരും. യെസ് ഓർ നോ? സോ ഞാൻ ഒരുപാട് എടുക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ള കൺഫർമേഷൻ കിട്ടും എനിക്ക്. അതോ നിങ്ങൾ എന്നെ മോട്ടിവേറ്റ് ചെയ്യുകയാണോ? ഓ, ഇപ്പം നിങ്ങൾ കൈകൊട്ടിയത് എന്തിനാണെന്ന് വെച്ചാൽ, പാവമല്ലേ സാർ, നിങ്ങൾ ഡിമോട്ടിവേറ്റ് ആകരുതല്ലോ. എന്നെ അങ്ങ് തള്ളി പ്രോത്സാഹിപ്പിക്കുക. ഓ, എനിക്ക് നിങ്ങളൊന്നും ചെയ്യണ്ട, മനസ്സിലായില്ലേ? ഐ വിൽ മോട്ടിവേറ്റ് മൈസെൽഫ്. നിങ്ങൾ കൈകൊട്ടുന്നത് ഇറ്റ്സ് ആൻ അക്നോളജ്മെൻറ്റ് ദാറ്റ് ഐ ഹാവ് understood. If you are not clapping, I will be seeing and I will understand that you have not understood. One more time I will repeat the concept. ശരിയല്ലേ? മനസ്സിലായോ? ഇത് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. എന്നതാ അത്? ആർ യു മോട്ടിവേറ്റിംഗ് മീ ഓർ യു ആർ ഗിവിങ് ആൻ അക്നോളജ്മെൻറ്റ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ്? ഇല്ലെങ്കിൽ നിങ്ങൾക്കും ബോറാ, ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കറക്റ്റ്. ഇപ്പം ഞാൻ സംടൈംസ് ഞാൻ അത് തന്നെ 3-ാം തവണ പറഞ്ഞാൽ ഇങ്ങനെ കൊട്ടിക്കോ സാർ, 4-ാം തവണ അയ്യോ മതി സാർ, അങ്ങനെ കൊട്ടിക്കോ. മനസ്സിലായില്ലേ? അയ്യോ എനിക്ക് മനസ്സിലായേ സാർ, അങ്ങനെ കൊട്ട്. ഓക്കെ അല്ലേ? റൈറ്റ്. അതൊന്ന് അതേപോലെ കൊട്ടിക്കൊണ്ടേയിരിക്കരുതേ. 3 കൊട്ടി നിർത്തിക്കോ. നിങ്ങൾ കൊട്ടിക്കൊണ്ടേ ഇരുന്നാൽ അലറാൻ പറ്റത്തില്ല. ഓക്കെ. സെക്കൻഡ് അഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്നതാ സാർ? ഞാൻ കൈകൊട്ടുന്നത് എന്താ സാർ സോഷ്യൽ? എന്തോ ഒരു മരം നട്ട പോലെയൊക്കെ പറയുന്നത്. ഞാൻ കൈകൊട്ടുന്നതിൽ എന്താ സാർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? വെൻ സഡൻലി യു ക്ലാപ്പ്, ദ പേഴ്സൺ നെക്സ്റ്റ് ടു യു കനോട്ട് ബി ഫുള്ളി സ്ലീപ്പ്. കറക്റ്റ്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൈകൊട്ടിക്കൊണ്ടിരുന്നാൽ അവന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. കറക്റ്റ്. അത്ര പിള്ളേർ ഒരുപാടില്ലേ? അപ്പോൾ വെൻ യു ആർ ക്ലാപ്പിംഗ്, യു ആർ നോട്ട് അലവിങ് സംബഡി നെക്സ്റ്റ് ടു യു ടു പ്രോപ്പർലി സ്ലീപ്പ്. കറക്റ്റ്. അപ്പോൾ യു ആർ മേക്കിംഗ് ഹിം അവേക്ക് ആൻഡ് ഹീ ഈസ് ഓൾസോ ലിസണിങ്. അപ്പോൾ നിങ്ങൾ എന്നാ, യു ആർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദി എഡ്യൂക്കേഷൻ ഓഫ് സം അതർ പേഴ്സൺ വിച്ച് ഈസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്നടാ പ്രതീക്ഷിച്ചതേ അല്ലല്ലോ ഇതുപോലെ നീ. എങ്ങനെയൊക്കെയാണ് ലോജിക്ക് ആലോചിക്കുന്നത് നോക്കിയാൽ ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ആലോചിക്കും. ദ തേർഡ് അഡ്വാൻറ്റേജ്. എത്രാമത്തെയാ? Third advantage, whenever you clap, your nerves in the hand is connected to the brain. Connected to brain. Whenever you clap, your brain is highly in the active mode and you will understand the concepts very quickly. സാർ ചുമ്മാ പുളു പറയാതെ. ഇപ്പം നമ്മുടെ കൈ നോക്കിയാൽ ഇപ്പം ഇവിടെ കുറച്ച് കറുത്തായിരിക്കുന്നത്, ഇവിടെ വെളുത്തായിരിക്കുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. വെളുത്തിരിക്കുന്നവർക്കും ഇവിടത്തേക്കാൾ കൂടുതൽ വെളുപ്പായിരിക്കും ഇവിടെ. എന്താടാ? യെസ് ഓർ നോ? അതുപോലെ കാൽപാദം നോക്കിയാലും ഇതുപോലെ തന്നെയായിരിക്കും. കൈവെള്ള പോലെ തന്നെയാണ് കാൽപാദവും. ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സ് എന്താ പറയുന്നതെന്നോ, നടക്കുമ്പോഴെല്ലാം ബ്രെയിനിലോട്ട് ഓക്സിജൻ ഒരുപാട് വരുന്നുണ്ടത്രേ. കാരണം ഈ പാദം തറയിൽ അമുങ്ങുന്നില്ലേ? പാദത്തിൻ്റെ കീഴെ വെളുത്തിരിക്കുന്ന സ്ഥലമില്ലേ, അത് എത്രത്തോളം തറയിൽ അമുങ്ങുന്നോ നമ്മുടെ ബ്രെയിൻ എന്തു പറ്റും? ആക്റ്റീവാകും. ഓക്സിജൻ സപ്ലൈ ഒരുപാട് കിട്ടും അതിന്. അതുകൊണ്ട് ബ്രെയിൻ എങ്ങനെ ഇരിക്കും? ആക്റ്റീവ്. അതേപോലെ നിങ്ങൾ കൈ കൊട്ടുമ്പോഴും ബ്രെയിനിലോട്ടുള്ള ഓക്സിജൻ സപ്ലൈ എന്താകും? അധികമാകും. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഈസ് ഹൈലി ആക്റ്റീവ് എന്ന തിങ്കിങ്. അതുകൊണ്ട് നാളെ ഒരു തീരുമാനം എടുക്കണം ജീവിതത്തിലേക്കെന്ന കുത്തിയിരുന്നുകൊണ്ട് തീരുമാനം എടുക്കാതെ നടന്നാലോചിക്കുമ്പോഴെല്ലാം ബ്രെയിൻ ബെസ്റ്റായിട്ട് തിങ്ക് ചെയ്യും. എന്താ? അപ്പോൾ 1/5 on cost is equal to 1/6 on. സാർ കൊള്ളാമല്ലോ സാർ, ഇത് എല്ലാത്തിനും വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ. 1/5 എന്നാ 1/6 on. അപ്പോൾ 1/5 ഇൻറ്റു കോസ്റ്റ് എത്രയാ? 100 is equal to 1/6 ഇൻറ്റു റിസൾട്ട്. ഡങ്ക്. മതി 3 കൊട്ടോടെ നിർത്തിക്കേ.
ശരിക്കും മനസ്സിലായോ സാർ? ഇനി കുറച്ചുകൂടെ വേണം സാർ, ഞങ്ങൾക്ക് കുറച്ച് ഡൗട്ട്സ് കൂടിയുണ്ട്. ശരി, ഓക്കെ, പറഞ്ഞേ. 1/on. വെരി ഗുഡ്, അത്രയും മതി. നിർത്തിക്കേ. ചിലർ കൈമേളി വെച്ചു. അടുത്ത ടോപ്പിക് ഇടുക എന്നല്ലേ? കാണിച്ചു തരാം. ഓക്കെ, ശരിക്കും മനസ്സിലായല്ലോ അല്ലേ? 1/2 ഓൺ കോസ്റ്റ് ഈക്വൽ ടു 1/3 ആണ് സെയിലോ. എല്ലാത്തിനും വർക്കൗട്ട് ആകുമോ സാർ? അതേടാ കൂട്ടാ, ആകും കൂട്ടാ. മാത്തമാറ്റിക്സ് ഈസ് എ പെർഫെക്റ്റ് സയൻസ്. അൺലൈക്ക് എക്കണോമിക്സ്. എക്കണോമിക്സ് ഈസ് നോട്ട് എ പെർഫെക്റ്റ് സയൻസ്. ഇറ്റ്സ് നോട്ട് എ പ്യുവർ സയൻസ്. മാത്തമാറ്റിക്സ് ഈസ് എ പ്യുവർ സയൻസ് എന്ന് വെച്ചാൽ ഒരെണ്ണത്തിന് ആ ഫോർമുല വർക്കൗട്ട് ആയ എല്ലാത്തിനും അതുപോലെയാവും. സോ അപ്പോൾ 1/2 ഓൺ കോസ്റ്റ് ഈക്വൽ ടു 1/3 ഓൺ സെയിൽ, 1/3 ഓൺ കോസ്റ്റ് ഈക്വൽ ടു 1/4 ഓൺ സെയിൽ, 1/4 ഓൺ കോസ്റ്റ് ഈക്വൽ ടു 1/5 ഓൺ സെയിൽ, 1/5 ഓൺ കോസ്റ്റ് ഈക്വൽ ടു 1/108 ഓൺ കോസ്റ്റ് ഈക്വൽ ടു. സാർ അതൊക്കെ മനസ്സിലായി, ഓക്കെ. ഇതെല്ലാം 100 ഇതെല്ലാം ഓക്കെ. എപ്പം നോക്കിയാലും 100 കോസ്റ്റ് എടുത്ത് ഞങ്ങളെ പറ്റിക്കുകയാണല്ലോ. എപ്പോഴും കോസ്റ്റ് 100 തന്നെയായിരിക്കുമോ? എത്ര വേണേലും ആയിരിക്കാം, കറക്റ്റ്. വെദർ കോസ്റ്റ് വിൽ ഓൾവേസ് ബി 100 or it can be any amount. So why don't you give an example other than 100? Let us check whether for other than 100 whether this formula workouts or not. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശരി, കോസ്റ്റ് ഇപ്പോൾ 90 എന്ന് വയ്ക്കാമോ? സെയിൽ 120 എന്ന് വയ്ക്കാമോ? കോസ്റ്റ് 90, സെയിൽ 120, പ്രോഫിറ്റ് എത്രയാ? 30. ഈ 30 90 ആയിട്ട് ലിങ്ക് ചെയ്താൽ എത്ര വരും? 30 120 ആയിട്ട് ലിങ്ക് ചെയ്താൽ എത്ര? ഓഹോ, മനസ്സിലായോടാ? ഓ, അപ്പോൾ എല്ലാത്തിനും ശരിയാകുമോ? അത് എന്തുകൊണ്ടാണ് സാർ ഇങ്ങനെ ശരിയാകുന്നേ? പറഞ്ഞു തരാവേ, ശ്രദ്ധിച്ചോ. എല്ലാവരും ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നാൽ മൈൻഡ് വരണം, എഴുന്നേറ്റ് വരല്ലേ? മൈൻഡ് എല്ലാവരുടെയും ഇവിടെ കൊണ്ടുപോവാ. ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇഫ് പ്രോഫിറ്റ് ഈസ് 1/108 ഓൺ കോസ്റ്റ് ഈസ് ഇക്വൽ ടു, ബ്യൂട്ടിഫുൾ കുട്ട. ഓക്കെ, ദിസ് ഈസ് നോ എക്സെപ്ഷൻ. അവൻ എന്നാ ചോദിച്ചാലും 1/45. ഇഫ് പ്രോഫിറ്റ് ഈസ് 1/45 ഓൺ കോസ്റ്റ്, ഹൗ മച്ച് ഓൺ സെയിൽ? ഇനി ഇതുപോലെ ചോദിച്ചാൽ പേടിക്കുമോ പിള്ളേരെ? നിൽക്ക് 1/4 ഓൺ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ 1/5 ഓൺ സെയിൽ എന്ന് ധൈര്യമായിട്ട് പറയുന്നില്ലേ? ഇപ്പോൾ 1/5 ഓൺ സെയിൽ എന്നാ ഹൗ മച്ച് ഓൺ കോസ്റ്റ് എന്ന് ചോദിച്ചാൽ 1/6 ഓൺ കോസ്റ്റ് എന്ന് ആ സൈഡ് അതുപോലെ അങ്ങ് എഴുതും. അറിവിൽ പോത്തും പശുവും ഭേദമെന്നർത്ഥം. മനസ്സിലായോ ഞാനിപ്പോൾ പറഞ്ഞത്? ഇഫ് പ്രോഫിറ്റ് ഈസ് 1/6 ഓൺ സെയിൽ, വെരി ഗുഡ്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഒരു നമ്പർ കൂട്ടി പറയണോ? അതാണ് നിങ്ങളുടെ ഇതാ, അല്ല എന്തെങ്കിലും ആലോചിച്ചിട്ട് പറയൂ? വെരി ഗുഡ്. 1/8 ഓൺ കോസ്റ്റ്, 1/11 ഓൺ സെയിൽ, വെരി ഗുഡ്. 1/48 ഓൺ സെയിൽ, വെരി ഗുഡ്. 1/52 ഓൺ കോസ്റ്റ്, ബ്യൂട്ടിഫുൾ പിള്ളേരെ. ഇപ്പോൾ എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക, ഒരു സൂത്രം പറഞ്ഞുതരാം. കറക്റ്റാണോ തെറ്റാണോ? എക്സലൻറ്റ്. കറക്റ്റാണോ തെറ്റാണോ? സാർ കോസ്റ്റിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്താൽ സെയിൽ, ഇതിലെന്നെ സാർ വലിയ കാര്യം? ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? എല്ലാവരും ഇവിടെ നോക്കിയേ. എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, വേറെ എങ്ങും ശ്രദ്ധിക്കരുത്, ഇവിടെ മാത്രം ശ്രദ്ധിക്കണം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചേ. ഇഫ് പ്രോഫിറ്റ് ഈസ് 1/4 ഓൺ കോസ്റ്റ്, ഈ ഫോർമുല തന്നെ നോക്കിയാൽ എന്താ പേര്? പ്രോഫിറ്റ് ഫോർമുലയിൽ എപ്പോഴും ന്യൂമറേറ്ററാണ് പ്രോഫിറ്റ് കൂട്ടുക. ദിസ് 1/4 ഓൺ കോസ്റ്റ് എന്നത് പ്രോഫിറ്റ് ഫോർമുല ഓൺ കോസ്റ്റ്, പ്രോഫിറ്റ് ഫോർമുല ഓൺ. ദിസ് ഈസ് പ്രോഫിറ്റ് ഫോർമുല ഓൺ സെയിൽ, ദിസ് ഈസ് പ്രോഫിറ്റ് ഫോർമുല ഓൺ സെയിൽ. ഇത് രണ്ടും പ്രോഫിറ്റ് ഫോർമുല, അതുകൊണ്ടാണ് രണ്ട് ആൻസറും പ്രോഫിറ്റ് എന്ന് വരുന്നത്. ഇതിലെ 1/4 ഇൻറ്റു കോസ്റ്റ് നിട്ടാ വരുന്ന ആൻസർ തന്നെ, 1/5 ഇൻറ്റു സെയിൽ നിട്ടാ വരുന്നത് തന്നെ. അപ്പോൾ ഇതിൽ വരുന്ന ആൻസർ പ്രോഫിറ്റ് എന്നാ. ഇതെന്നാ ഫോർമുല? ഇപ്പം നമ്മൾ +2 ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുല എന്നൊരു സാധനം പഠിച്ചിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 എന്നാണത് പറയുന്നത്. ഇതുപോലെ ഒരെണ്ണം പഠിച്ചിട്ടുണ്ടെന്ന് എന്തെങ്കിലും ഒരു ഓർമ്മയുണ്ടോ? അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ഫോർമുലയിൽ പ്രോഫിറ്റ് ആണ് ന്യൂമറേറ്റർ എന്നുള്ളത് കോമൺ സെൻസ്. എന്താടാ ഇത്? അതേപോലെ ഇത് പ്രോഫിറ്റ് ഫോർമുല ഓൺ, ഇത് പ്രോഫിറ്റ് ഫോർമുല ഓൺ. അപ്പോൾ ഈ പ്രോഫിറ്റ് ഫോർമുല ഓൺ കോസ്റ്റിലും ന്യൂമറേറ്റർ പ്രോഫിറ്റ് തന്നെയാവണം. പ്രോഫിറ്റ് ഫോർമുല ഓൺ സെയിലിലും ന്യൂമറേറ്റർ എന്തായിരിക്കണം?
അതുകൊണ്ടാണ് ന്യൂമറേറ്ററിൽ ചേഞ്ചേ ഇല്ല. നോക്കി, അയ്യോടാന്നൊരു ഫീൽ വരണം. നിങ്ങൾക്ക് വന്നില്ലല്ലോ. എടാ ഡാഷ ഇങ്ങോട്ട് നോക്കി, ഇവിടെ ഒന്നുണ്ടോ? ഈ ഫോർമുലയിൽ ന്യൂമറേറ്ററിൽ ഒന്നുണ്ടോടാ? ഇവിടെ എത്രയാ ഉള്ളേ? കാരണം ഇതും പ്രോഫിറ്റ് ഫോർമുല, ഇത് പ്രോഫിറ്റ് ഫോർമുല ഓൺ, ഇത് പ്രോഫിറ്റ് ഫോർമുല ഓൺ. അപ്പൊ ഇതിലേ ന്യൂമറേറ്റർ പ്രോഫിറ്റ്, ഇതിലേ ന്യൂമറേറ്റർ. അപ്പൊ ഡിനോമിനേറ്ററിലാണ് കടിപിടിയുള്ളത്. മനസ്സിലായോ? ഇവിടെ 1/5 ആണോ? ഇവിടെ എന്നാ ഉള്ളേ? 6/1 എന്ന് വന്നില്ല, അവിടെ 1. ഈ 1 എന്ന് പറഞ്ഞാൽ എന്താ? ഈ 1 എന്നതാ? വെരി ഗുഡ്. ഇവിടെ 1 തന്നെ, ഇവിടെ 1 തന്നെ. അപ്പൊ ഇതും പ്രോഫിറ്റ് ഫോർമുല, ഇതും പ്രോഫിറ്റ് ഫോർമുല. അപ്പൊ അവൻ ന്യൂമറേറ്റർ മാറ്റിയിട്ടേ ഇല്ല ഫോർമുലയിൽ. 1/4 ഓൺ കോസ്റ്റ് അവിടെ 1/5 ആണ് വരുന്നത്. അപ്പോൾ അവൻ ഡിനോമിനേറ്റർ മാത്രമാണ് മാറ്റുന്നത്. സാർ എന്താ സാർ, എങ്ങനെയാ സാർ 5 എന്ന് പറയുന്നത് വരുന്നത്? എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ച് സന്തോഷിച്ചേ. ഈ 1-നെ പ്രോഫിറ്റ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. കാരണം പ്രോഫിറ്റ് ഫോർമുലയിലെ ന്യൂമറേറ്റർ എന്നതാ? പ്രോഫിറ്റ്. ഇവിടെയും പ്രോഫിറ്റ് ഫോർമുല ഓൺ സെയിൽ ന്യൂമറേറ്റർ എന്നാന്ന് കണ്ടുപിടിച്ചേ? പ്രോഫിറ്റ്. അതാണ് ഇത് മാറാതിരിക്കുന്നത്. കറക്റ്റ്. ഇപ്പോൾ ഇവിടെ 1/4 ഓൺ, ഈ 4 ഇവിടെ ഇരിക്കുന്നതാണ് കോസ്റ്റ്. ഈ 4 എന്നതാ? സാർ എങ്ങനെയാ സാർ അതിനെ കോസ്റ്റ് എന്ന് പറയുന്നത് ഇത്ര ധൈര്യമായിട്ട്? ഇത് നില്ല ഒരു മിനിറ്റ്, ഇതെന്നതാ? ഈ ന്യൂമറേറ്റർ പ്രോഫിറ്റ് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കുന്നോ? സമ്മതിക്കുമോ സമ്മതിക്കത്തില്ലയോ? സമ്മതിക്കുമോ അല്ലേ? ഡിവൈഡഡ് ബൈ കോസ്റ്റ് എന്ന് ഇത് ഇരുന്നാലേ ഇൻറ്റു കോസ്റ്റ് ഇട്ട് ക്യാൻസലായി പ്രോഫിറ്റ് ആൻസറായിട്ട് വരും. കാരണം ഓൺ കോസ്റ്റ് എന്നാൽ ഇൻറ്റു കോസ്റ്റ് അല്ലേ? അപ്പോൾ ഇതും ക്യാൻസൽ ആയാലല്ലേ പ്രോഫിറ്റ് വരുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഡിനോമിനേറ്ററിലുള്ളത് എന്നതാ? ഈ 1 എന്നതാ? ഇതെന്നതാ? കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് ഇൻറ്റു കോസ്റ്റ് ക്യാൻസലായിട്ട് എന്നാ വരും? അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ്. ഇവിടെ ഈ 5 എന്ന് പറയുന്നത് എന്നതാ? സെയിൽ തന്നെ ആയാലേ ഇൻറ്റു സെയിൽ നിന്നിട്ട് ഇത് ക്യാൻസലായി പ്രോഫിറ്റ് വരുള്ളൂ. അപ്പോൾ ഇവിടെയുള്ള ന്യൂമറേറ്റർ പ്രോഫിറ്റ്, ഡിനോമിനേറ്റർ എന്നതാ? സെയിലിന് എന്നാ ഫോർമുല? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. ഇവിടെ 4 ആണ് കോസ്റ്റ്, ഈ 1 ആണ് പ്രോഫിറ്റ്. സോ 4 + 1 ഇവിടെ 5, സെയിൽ. ഓ, അങ്ങനെ എനിക്ക് മാത്രമേ തോന്നലുള്ളൂ. മനസ്സിലാവുന്നുണ്ടോടാ ഇല്ലയോ? ഇവിടെ എങ്ങനെയാ ഈ 5? ഈ 4 എന്നതാ? അപ്പോൾ ഇത് എത്രയാ? അപ്പോൾ കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ആണ് സെയിൽ. കാരണം പ്രോഫിറ്റ് ഫോർമുല ആയതുകൊണ്ട് രണ്ടിടത്തിലും ന്യൂമറേറ്ററിൽ എന്നാ വന്നിരിക്കുന്നത്? പ്രോഫിറ്റ്. ഇവിടെ ഡിനോമിനേറ്ററിൽ കോസ്റ്റ് വന്നാലേ കോസ്റ്റ് ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ ഇത് കോസ്റ്റ്, ഇത് പ്രോഫിറ്റ് എന്ന് വന്നാൽ ഇവിടെ സെയിൽ വന്നാലേ ക്യാൻസൽ ആവുള്ളൂ. അപ്പോൾ ഈ സെയിലാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. എങ്ങനെ കൊണ്ടുവരും? കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് കൊണ്ടുവരും. മനസ്സിലായി? അതോ മനസ്സിലായ പോലെ അഭിനയിക്കുവാണോ? ഇന്നലെയാണോ ഞാൻ കാണാൻ തുടങ്ങിയ പിള്ളേരെ? ശരി, എല്ലാവരും നന്നായിട്ട് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടാണ് ഇൻവോൾവ് ആകേണ്ടത്. എൻ്റെ ക്ലാസ്സിലൊക്കെ നിങ്ങൾ തിരുമണ്ടനായിരുന്നാലും സ്കൂളിൽ ഇന്ന് മുതൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്തിരുന്നാൽ യു വിൽ ബിക്കം ഗ്രേറ്റ് ഇൻ ദ സബ്ജക്റ്റ്. ഒരു കുഞ്ഞിന് പോലും മനസ്സിലാകുന്ന പോലെയല്ല ഞാൻ പറഞ്ഞു തരുന്നത്. അതോ ചുമ്മാ ഇതാണ് ഫോർമുല, ഇങ്ങനെയാണ് ബുക്കിലുള്ളത്, അങ്ങനെയാണോ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഓരോന്നും നിങ്ങളുടെ മുമ്പ് ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും പഴയതുമായിട്ട് കമ്പയർ ചെയ്താ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ എനിക്ക് വേണ്ടി എല്ലാവരും ഒരിക്കൽ കൂടെ വാ പൊത്തി വെച്ചോണ്ടിരിക്കാതെ അരമണിക്കൂർ ചുമ്മാ പോവും. അതുകൊണ്ട് വാ തുറന്ന് പറയണേ, ഈ 1 എന്നതാ? വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോലെ പേടിപ്പിക്കണേ, ഇതെന്നതാ? വെരി ഗുഡ്. ഇത് കോസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റ് ബൈ കോസ്റ്റ് ഇൻറ്റു കോസ്റ്റ് ഏതൊക്കെ ക്യാൻസൽ ആവും? അപ്പോൾ എന്താ ആൻസർ വരും? പ്രോഫിറ്റ്. കാരണം പ്രോഫിറ്റ് ഫോർമുലയ്ക്ക് ആൻസർ പ്രോഫിറ്റ് തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ആൻസർ പ്രോഫിറ്റ് വരണമെങ്കിൽ ഇത് കോസ്റ്റ് ക്യാൻസൽ ആവും. ഇത് കോസ്റ്റ് എന്ന് മനസ്സിലായി, 5. ഇതെന്താണെന്ന് മനസ്സിലായി? അപ്പോൾ ഹൗ മച്ച് ഓൺ സെയിൽ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ എപ്പോഴും എന്ത് തന്നെ വരണം? പ്രോഫിറ്റ്. കാരണം പ്രോഫിറ്റ് ഫോർമുല ഓൺ കോസ്റ്റ്, ഇത് പ്രോഫിറ്റ് ഫോർമുല ഓൺ. ഇവിടെ ഡിനോമിനേറ്ററിൽ കോസ്റ്റ് വരണോ സെയിൽ വരണോ? ഈ സെയിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ? അപ്പോൾ 5 + 1 6. അതാണ് ലോജിക്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 108. ഇപ്പോൾ 108 എന്നതാ? കോസ്റ്റ്. 1 പ്രോഫിറ്റ്. സോ 1/108 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/109 ഓൺ സെയിൽ. ഐഡിയ മനസ്സിലായി? വെരി ഗുഡ്. 3 കൊട്ടോടെ നിർത്തണം. ആർക്കൊക്കെയാണോ മനസ്സിലാകാത്തത് നന്നായിട്ട് എന്നെ തുറിച്ചു നോക്ക്. സമ്മതിച്ചോ? എന്നെ നിങ്ങൾ തുറിച്ചു നോക്കുമ്പം അതിൻ്റെ അർത്ഥം എന്താകുന്ന? കാശ് മേടിച്ചുകൊണ്ട് പറയുന്ന ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ, അങ്ങനെ തുറിച്ചു നോക്ക്. അതുപോലെ മനസ്സിലായെങ്കിൽ എന്നെ തുറിച്ചു നോക്കല്ലേ. കാരണം എന്നെ തുറിച്ചു നോക്കിയാൽ വീണ്ടും ഞാനത് തന്നെ നടത്തും.
കാരണം എന്നെ തുറിച്ച് നോക്കാനുള്ള കാരണം എന്തായിരിക്കും? ഒരു സ്റ്റുഡൻറ്റ് എന്നെ തുറിച്ച് നോക്കുന്നുണ്ടെങ്കിൽ എന്താ കാരണമെന്നാണ് ഞാൻ വിചാരിക്കണ്ടേ? മനസ്സിലായിട്ടില്ല എന്ന്. പക്ഷേ ചിലർക്കുണ്ടല്ലോ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിരിക്കും അത്. ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടേയിരിക്കും. അവർക്ക് നന്നായിട്ട് മനസ്സിലാകും, എന്നാലും ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ഞാൻ കഴുത പോലെ അവന് മനസ്സിലായില്ലെന്ന് വിചാരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൻ വിചാരിക്കും ഇയാൾ എന്നാ പറഞ്ഞു തന്നെ പിന്നെയും പറയുന്നത്. ഈടാ കഴുതേ, നിനക്ക് വേണ്ടിയാടാ ഇത് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കുറച്ച് മുഖം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ എനിക്ക് മനസ്സിലാവും. യെസ് സാർ, മനസ്സിലായി സാർ. അങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ മുഖമെല്ലാം ഞാൻ ശ്രദ്ധിക്കുന്നില്ലേ? ശ്രദ്ധിച്ച് തന്നെ എടുക്കുന്നത് ഞാൻ. ചെറുതായിട്ടൊന്ന് തലയാട്ടി ഐ വിൽ ബി ഹാപ്പി. ഇല്ല, മനസ്സിലായില്ലെങ്കിൽ തുറിച്ച് നോക്ക്. അല്ലെങ്കിൽ വിജയകാന്ത് പോലെ അതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യും, നോ പ്രോബ്ലം. കാരണം നിങ്ങൾക്ക് മനസ്സിലാകണം, നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട്. കറക്റ്റ്? ക്ലിയർ? ഓക്കെ. ഇപ്പം കണ്ടോ, മുമ്പേ ഭയന്നില്ലായിരുന്നു ഇതിന് 2/5. ഇപ്പോൾ ഭയമുണ്ടോ? ഭയം ഇല്ലേ? സാർ ഏത് വേണേത്താ സാർ, ഏത് വേണേലും താ സാർ. ഇപ്പം നോക്കാം. 2/5 on cost is equal to 2/. എങ്ങനെയാ അത്രയും ഒരു ആത്മവിശ്വാസം? ആദ്യം ഞാൻ ഏതാണ്ട് ഒരു 20 മിനിറ്റ് മുമ്പ് ഈ ക്ലാസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. 11 മണിക്ക് കൃത്യം 35 മിനിറ്റുകൾക്ക് മുമ്പ് ഇതെല്ലാം ഞാൻ എഴുതിയായിരുന്നു. അല്ലല്ലല്ല, അതിനു മുമ്പേ ഇവിടെ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. അങ്ങനെ ഒരു മെഡിറ്റേഷന് വേണ്ടി കണ്ണടച്ചാൽ എല്ലാവരും അങ്ങനെയായിരുന്നു. ഇപ്പം ചെറുതായിട്ടൊരു അഹങ്കാരം മനസ്സിൽ വന്നു. കറക്റ്റ്? ആ അഹങ്കാരമാണ് കോൺഫിഡൻസ്. ഇപ്പം ഇതൊക്കെ കണ്ടാൽ പേടിയുണ്ടോ? വാട്ട് എ സിലി ബോയ്. 3/8 on cost is equal to how much on sale? 3/11 on sale. ഈ 3 എന്ന് പറയുന്നത് എന്നതാ? 8 എന്ന് പറയുന്നത് എന്നതാ? ഈ 3 എന്നതാ? 11 എന്നതാ? വെരി ഗുഡ്. മനസ്സിലായടാ എൻ്റെ പിള്ളേർക്ക്. സാർ ഇതുപോലത്തെ ഒരെണ്ണം പ്രൂവ് ചെയ്തേ സാർ. ഇതുപോലെ ഒന്നൊന്ന് പ്രൂവ് ചെയ്തില്ലേ? ഈ 2/5 എന്നതും ഈ 2/7 എന്നതും ഞങ്ങൾക്ക് മനസ്സിലായി. ഈ 2 അതുപോലെ ഇവിടെ വരണം, കാരണം പ്രോഫിറ്റ് ഒരേപോലെ ഇരിക്കണം. ഒൺലി തിങ് ഇവിടെ കോസ്റ്റ് ആണെങ്കിൽ ഇവിടെയും കോസ്റ്റ് ഉണ്ടാവണം, ഇവിടെ സെയിൽ ആണെങ്കിൽ ഇവിടെ സെയിൽ വേണം. സെയിൽ ഈസ് നത്തിങ് ബട്ട് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്. പക്ഷേ ഞങ്ങൾക്ക് ഇതും 100 ഇട്ട് പോലെ ചെയ്ത് കാണിരും സാർ. കോസ്റ്റ് 100, സെയിൽ 140. എന്താ പ്രോഫിറ്റ് എത്രയാ? ഈ 40യെ 100 റിലേറ്റ് ചെയ്താൽ 40/100 20 കൊണ്ട് ഹരിക്കുവാണെങ്കിൽ, അതേ 40യെ 140 ആയിട്ട് റിലേറ്റ് ചെയ്യുവാണെങ്കിൽ 40/140 ഹരിക്കുവാണെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ? ഒന്നുപോലും വിശ്വസിക്കാൻ പറ്റുമോടെ എല്ലാവരെയും? ഇഫ് പ്രോഫിറ്റ് ഈസ് 3/8 on cost, how much on sale? Excellent. 3/11 on sale. 2/5 on cost. 2/9 on cost. ബുദ്ധിമുട്ടിച്ചു. ഞാൻ എഴുതിയത് തന്നെ ചോദിക്കണം, അങ്ങനെയാണല്ലേ നിങ്ങളൊക്കെ പറയുന്നത്? സാർ നിങ്ങൾ എഴുതിയത് തന്നെ ചോദിക്കണം, എഴുതാത്തെല്ലാം ചോദിച്ചാൽ ഞങ്ങൾ എങ്ങനെ ഉത്തരം പറയുന്നത്? അങ്ങനെ 3/11 on sale. How much on cost? 3/, കാരണം 3/11 on sale എന്ന് പറഞ്ഞാലേ ആ 11 എന്ന് പറയുന്നത് സെയിൽ. എന്താടാ? സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ്. അപ്പോൾ 3/8 on cost. 3/8 on കോസ്റ്റ്. കംഫർട്ടബിൾ? ഓക്കെ. ഒരു കൊച്ചു കണക്ക് തരട്ടെ, കണ്ടുപിടിക്കുമോ? ഓക്കെ. അതിനുശേഷം 200% പറഞ്ഞുതരാം, എഴുതിക്കോ. If profit is ഇരുന്നോടാ കൂട്ടാ, ഇരുന്നു. If profit is 1/8 on cost, അല്ലെങ്കിൽ if profit is എന്നുള്ളത് കോമൺ ആയിട്ട് എഴുതിയിട്ട് താഴെ ഓരോന്നായിട്ട് പറയാം. ഈക്വൽ ടു എഴുതിക്കോളുവോ? വീണ്ടും if profit is എന്ന് പറയണ്ട, അതാ നല്ലത്. എന്ത് പറയുന്നു? അതോ വീണ്ടും പറഞ്ഞോ സാറിൻ്റെ തൊണ്ട പോയാൽ ഞങ്ങൾക്കൊന്നുമില്ല, അങ്ങനെയല്ലേ? നെക്സ്റ്റ്, ഇഫ് പ്രോഫിറ്റ് ഈസ് 1/2 on cost ഈസ് ഈക്വൽ ടു ഡാഷ്. നെക്സ്റ്റ് 1/2 on cost, ആദ്യത്തേത് 1/8 on cost ഈസ് ഈക്വൽ ടു എന്ന് അങ്ങനെയേ വിട്ടേര്, ആൻസർ പിന്നെ എഴുതിക്കോ. നെക്സ്റ്റ് 1/2 on cost ഈസ് ഈക്വൽ ടു 1/7 on sale ഈസ് ഈക്വൽ ടു. മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? നെക്സ്റ്റ് 2/11 on cost is equal to 4/27 on sale is equal to
1/7 on cost is equal to 3/28 on sale is equal to. ആദ്യം ഇത് ചെയ്യ്, പിന്നെ വേറെ ഒന്ന് തരാം. എക്സലൻറ്റ്. ഓൺ കോസ്റ്റും തന്നിട്ടില്ലേ, അതിലെ ഡിനോമിനേറ്റർ എന്നതാ? ബ്യൂട്ടിഫുൾ. ഓൺ സെയിൽ എന്ന് കൊടുത്തതിലെ ഡിനോമിനേറ്റർ എന്നതാ? ബ്യൂട്ടിഫുൾ. കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ്. മെമ്മറൈസ് ചെയ്യുവാണോ ലോജിക്കലായിട്ട് പഠിക്കുവാണോ നിങ്ങൾ? നാളെ ഇതെങ്ങനെയാടാ പ്രൂവ് ചെയ്ത് കാണിടാന്ന് ഒരുത്തം പറഞ്ഞാൽ പ്രൂവ് ചെയ്ത് കാണിക്കൂ. ഇത് ചുമ്മാ പറയത്തില്ല. ഒരു സാധനം 100 രൂപയ്ക്ക് വാങ്ങുന്നു, 120 രൂപയ്ക്ക് വിൽക്കുന്നത്, എത്രയല്ല 20 രൂപ. ആ 20 രൂപയെ 100 രൂപയായിട്ട് റിലേറ്റ് ചെയ്താൽ 1/5, 120 എന്നാൽ 1/6. എന്ത് പറ്റിയടാ? അതോ ഇങ്ങനെയാണ് ഫോർമുല, നമ്മുടെ മിസ് പറയുന്ന പോലെ? ദിസ് ഈസ് ദ ഫോർമുല. ഫോർമുല എന്നാൽ എങ്ങനെയാണ് വന്നത്? അത് ഏതോ ഒരുത്തൻ ലോജിക്കലായിട്ട് കണ്ടുപിടിച്ചതല്ലേ ഫോർമുല. തീർന്നോ? കറക്റ്റ് ചെയ്യാം. കറക്റ്റായിട്ടല്ലേ എഴുതിയിരിക്കുന്നേ? എല്ലാവരും അവരവർ തന്നെ ചെക്ക് ചെയ്തേ അവരവരുടെ ആൻസേഴ്സ്. ഫസ്റ്റ് എന്തായിരുന്നു? 1/8 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/9 ഓൺ സെയിൽ. 1/2 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 1/3 ഓൺ സെയിൽ. 1/7 ഓൺ സെയിൽ ഈസ് ഈക്വൽ ടു 1/6 ഓൺ കോസ്റ്റ്. നന്നായിട്ട് ശ്രദ്ധിച്ചോണേ. അതെ. നെക്സ്റ്റ് 2/11 ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2/13 ഓൺ സെയിൽ. 4/27 ഓൺ സെയിൽ ഈസ് ഈക്വൽ ടു, കറക്റ്റ് അല്ലേ? 4/27 ഓൺ സെയിൽ ഈസ് ഈക്വൽ ടു 4/23 ഓൺ കോസ്റ്റ്. 1/7 on cost is equal to 1/8 on sale. 3/28 on sale is equal to 3/25 on cost. How many of you got all the 6 correct? 7? ഓക്കെ. ഇപ്പോൾ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു. ഇനി കുറച്ചുകൂടി ഡെപ്തായിട്ട് പഠിക്കാം. ഓക്കെ. ഇപ്പം നമ്മൾ ഫ്രാക്ഷൻസ് കണ്ടു. എന്നതാ കണ്ടത്? നിങ്ങൾ എഴുതിയത് ഫ്രാക്ഷൻസാ, അതറിയാവോ? ഇനി പേഴ്സൻറ്റേജ് ആയിട്ട് നോക്കാൻ പോവാ. എന്നത്? If profit is 25% on cost, how much percentage on sale എന്ന് ചോദിക്കും കുട്ടാ. If profit is 25% on cost, how much percentage on sale? അങ്ങനെ ചോദിക്കും. ആരും പേടിക്കരുത്, കാരണം ഞാൻ കൂടെ ഇല്ലേ? വെരി ഗുഡ്. ഇവിടെ എല്ലാവരും നോക്കി. നിങ്ങൾക്ക് ഇതറിയാവുമെന്ന് നോക്കട്ടെ. 1/4 എന്ന് ഇവിടെ ആരോ എഴുതിയിട്ട് ഇതിനെ പെർസെൻറ്റേജ് ആയിട്ട് മാറ്റാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? അതറിയാവോ? അറിയത്തില്ലേ? 1/4നെ പെർസെൻറ്റേജ് ആയിട്ട് മാറ്റണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 1/4നെ പെർസെൻറ്റേജ് ആയിട്ട് മാറ്റണമെങ്കിൽ 1/4 ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു, ആക്ച്വലി ഈ 25% എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1/. എങ്ങനെയാണ് സാറേ? 25/100 ഹരിച്ചാൽ എന്ത് വരും? ഇത് വീണ്ടും പെർസെൻറ്റേജ് ആക്കി മാറ്റണമെങ്കിൽ ഇൻറ്റു 100. ഐഡിയ മനസ്സിലായോ? ഇപ്പോൾ ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കി മാറ്റണമെങ്കിൽ വളരെ സിമ്പിളാണ്. ഇൻറ്റു 100 ഇട്ടാൽ പെർസെൻറ്റേജ് വരും. ഇതറിയാതെ ഇത്രയും നാളിരുന്നാൽ കൂടെ നോ പ്രോബ്ലം. അറിയാവുന്ന പോലെ ആരും ഇരുന്നത്, പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത്. സാരമില്ല, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അങ്ങനെ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഓക്കെ, നോട്ട് ഓക്കെ? ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. എന്തിനാണ് സാർ ഇതുപോലെ ഒത്തിരി സംസാരിക്കുന്നത്? അപ്പോഴേ കംഫർട്ട് ലെവൽ വരുള്ളൂ. നിങ്ങളോട് എപ്പോഴും ഞാൻ സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് ഞാൻ ചോദിച്ചേണ്ടേ ഇരിക്കും. ആദ്യം കുറച്ച് നാൾ കഴിയുമ്പം കുറച്ചോളാം. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് ധൈര്യമായിട്ട് പറ. പേടിയൊന്നും ഇല്ലല്ലോ എന്നെ കണ്ട? വെരി ഗുഡ്. ഭയപ്പെടാതെ. ആർക്കും നിങ്ങൾ ടു ലീവ് അസ് ടു ലീവ്. വെരി ഗുഡ്. നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞു തരുന്ന ലോജിക്കോടെ നോക്കണേ. 25% ഓൺ കോസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഈ 25%നെ ഇങ്ങനെ എഴുതാൻ പറ്റുമായിരിക്കുമല്ലോ. ഇങ്ങനെ എഴുതുവാണ്. ഇത് ശരിയാണെന്ന് നോക്കിയേ. 25% ഓൺ കോസ്റ്റിന് ഞാൻ 25/100 ഓൺ കോസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ശരിയാണെന്നാണോ തെറ്റാണെന്നാണോ പറയുന്നത്? ഇപ്പോൾ ഇതുപോലെ എഴുതിയാലേ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും ഇത് പ്രോഫിറ്റ്, ഇത് കോസ്റ്റ്. എന്താടാ? ഈ 25 എന്നതാ പ്രോഫിറ്റ്, ഈ 100 എന്നതാ. അപ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു, ഈ 25 എടുത്ത് അങ്ങനെ ഇടാൻ പറ്റുമല്ലോ. ഓൺ സെയിൽ. തീർന്നില്ല പരിപാടി. പക്ഷേ വെറുതെ ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് ആൻസർ ചോദിച്ചിരിക്കുകയാണോ പെർസെൻറ്റേജ് ആയിട്ട് ചോദിച്ചോ? പെർസെൻറ്റേജ്. അപ്പോൾ ഈ ഫ്രാക്ഷനെ നമ്മൾ എന്തായിട്ട് മാറ്റണം? അപ്പോൾ 25/125 ഇൻറ്റു 100 എന്നിട്ടാൽ ഇതിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. അപ്പോൾ 25 on 125 5. ഇവിടെ ഹരിച്ച 20. അപ്പോൾ 20% ഓൺ സെയിൽ. അപ്പോൾ ഇഫ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു, കൈകൊട്ടിക്കേ. ചിലർക്ക് മനസ്സിലായിട്ടില്ല.
ശരിയല്ലേ? മനസ്സിലായോടാ കുട്ടാ? ഒന്നുമില്ല കുട്ടാ. എന്ന് പറഞ്ഞേ, ഒന്ന് പറ. ഉം, 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 ഉം. എന്താടാ ഇവിടെ ഞാനെന്താ വല്ല കഥകളിയും കളിച്ചോണ്ടിരിക്കുകയാണോ? പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ശരിക്കും? ഇപ്പം എന്തിനാ ഈ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ? അങ്ങനെ അവൻ പെർസെൻറ്റേജ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ ഇതാണ് ആൻസർ. 25/125 ഓൺ സെയിൽ ഈസ് ദി ആൻസർ കറക്റ്റ്. ബിക്കോസ് അവൻ ആൻസർ പെർസെൻറ്റേജിൽ ചോദിച്ചുകൊണ്ട് ഞാൻ ഇൻറ്റു 100 ചെയ്ത് പെർസെൻറ്റേജിൽ എഴുതി. അതുപോലെ പെർസെൻറ്റേജ് ആയിട്ട് ചോദിച്ചാൽ പേടിക്കുകയോ പേടിക്കത്തില്ലയോ? പേടിക്കുകയോ ചെയ്യരുത്. ഓക്കെ വാ, റൈറ്റ്. ഇപ്പം നോക്ക്. ഇപ്പം ഞാൻ ഓരോന്ന് ചോദിക്കും, അതിൻ്റെ പെർസെൻറ്റേജ് മാത്രം പറയണം. 1/4 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് ദ പെർസെൻറ്റേജ്? ബ്യൂട്ടിഫുൾ. 1/2 ഈസ് ഈക്വൽ ടു? ബ്യൂട്ടിഫുൾ. 1/2 ഈസ് ഈക്വൽ ടു 50%. നിങ്ങളുടെ വീട്ടിൽ വല്ല കയറ് വല്ല ഇരിപ്പുണ്ടോ? എടുത്തോണ്ട് വാ, ഞാനങ്ങ് തൂങ്ങിയേക്കാം. 1/5, 1/4 25, 1/5 25. അയ്യോ, എത്രയാ? വെരി ഗുഡ്. വല്ലവർക്കും കൺഫ്യൂഷൻ ഉണ്ടോ അതോ ക്ലിയർ ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നത്? ക്ലിയർ ആയിട്ട് തന്നെയാണ്. പറ, 1/3 എന്നതാ? 33 പോയിന്റ്. ഇതുപോലെ നിൽക്കാതെ പോവുക അല്ലേ? 3 3 3 3 അങ്ങനെ പൊക്കോണ്ടിരിക്കും. കറക്റ്റ്. എന്താടാ? 1/3 ഈസ് ഈക്വൽ ടു 33.333%. ചിലർക്ക് ഇതെല്ലാം മനസ്സിലാവും. ഓക്കെ, ഓക്കെ. അവർക്ക് പോയിന്റ് കണ്ടാൽ വിറയ്ക്കാൻ തുടങ്ങും. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു സർ. 33.3%. ഇപ്പോൾ വേറൊന്ന് എഴുതാൻ പോവാ, ചത്തുപോകും ചിലരെല്ലാം. ഇത് 1/3 33.3. ഇത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണോ? ഇതുപോലെ കൊച്ചിലെ കളിച്ച പോലെ ഇപ്പോൾ ചെയ്യണം. ഇതിടാ 1/3 ഇൻറ്റു 100. 100/3. 100 ഇവിടെ ഇടണോ? ഇവിടെ ഒരു 3, ഇവിടെ ഒരു 3. 9 1 3 9 1.3. അതുപോലെ പറഞ്ഞു കൊടുക്കണം ചിലർക്ക്. മനസ്സിലായോ അതോ ഇല്ലേ? 100% മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരെണ്ണം എഴുതും, പേടിക്കുകയേ ചെയ്യരുത്. ഓക്കെ. 33.33% ഈസ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് 33 1/3%. അഞ്ചത്ര പോലെ. ഇതേ ഒരു മാരണമായിരുന്നു. ഞാൻ തൊലഞ്ഞു. ഇനി എന്നാ ചെയ്യുവാവോ? 33.33 എന്ന് CA എക്സാമിൽ തരത്തില്ല. അവൻ എങ്ങനെയാ തരുന്നത്? 33 1/3% ഈസ് നത്തിങ് ബട്ട് 33.33%. ഹൗവാ? ഞാനൊരു മാത്സ് ടീച്ചർ, ഇതെല്ലാം എന്നോട് ചോദിക്കണം ഹൗന്ന്. ഇങ്ങോട്ട് വാ. 33 1/3%. ചെറിയ വയസ്സിൽ ഇതൊക്കെ പഠിച്ചിട്ടില്ല. ഇതുപോലെ ഇരുന്ന ഇത് ഇൻറ്റു ഇത് പ്ലസ്. അതെന്താന്ന് ചോദിച്ചെന്ന് വെച്ചോ, ഞാൻ ഓടണം ഇവിടുന്ന്. അങ്ങനെയൊന്നും ചോദിക്കാതെ. മനസ്സിലായോ? റൈറ്റ്. എന്താടാ, ഞാൻ അക്കൗണ്ട്സ് ടീച്ചറാണോ മാത്സ് ടീച്ചറാണോ? എൻ്റെ മോൾ എപ്പോഴും എന്നെ വന്ന് മാത്സ് ടീച്ചർ എന്ന് വിളിക്കും. ഞാൻ പറയും മോളെ മാത്സ് വേറെ അക്കൗണ്ട്സ് വേറെ എന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അതിന് മാത്സ് ടീച്ചർ എന്ന് വിളിച്ചോണ്ടിരിക്കും. മാത്സിനും അക്കൗണ്ട്സിനും വ്യത്യാസമുണ്ട്. ഞാനേതോ മാത്തമെറ്റിക്സിന് അക്കൗണ്ടൻസി എടുക്കുന്നതുകൊണ്ട് എന്നെ മാത്തമെറ്റിക്സ് ടീച്ചർ എന്ന് വിചാരിക്കാതെ. ഞാൻ എന്നാ ടീച്ചർ? അക്കൗണ്ടൻസി ടീച്ചർ. 33 1/3%. സാറ് പറയുന്നു 33.33% വിച്ച് ഈസ് ഈക്വൽ ടു 1/3. സാർ, അപ്പോൾ ഈ 33 1/3% ഈസ് ഓൾസോ ഈക്വൽ ടു 1/3 സർ? അതേടാ കുട്ടാ. 1/3 ഈസ് ഈക്വൽ ടു 33 1/3%. 33 ഇൻറ്റു 3 എത്രയാ? 99. 99 പ്ലസ് 100/3%. കാരണം ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത് അതുപോലെ നിൽക്കുമല്ലേ? പറഞ്ഞോ, കുഴപ്പമില്ല. ഓക്കെ ആണോ? നോട്ട് ഓക്കെ ആണോ? ഓക്കെ. ഇനി 100/3% എന്ന് പറയുന്നത് 100/3 ഡിവൈഡഡ് ബൈ 100 അതല്ലേ പെർസെൻറ്റേജ്? അപ്പോൾ ഈ 100/3 ഡിവൈഡ് ബൈ 100 എന്നത് 100/1 എന്നും കൂടി എഴുതാം. അതെങ്ങനെയാ അങ്ങനെയെന്നൊക്കെ ചോദിക്കാതെ ഇതിനെ തൂക്കി മേലോട്ട് എടുത്തുകൊണ്ട് പോയാൽ 100/1 ഈസ് ഈക്വൽ ടു 100. 100/3 ഇൻറ്റു ഹരിച്ചാൽ എന്നാ വരും?
സോ 33 1/3% ഇസ് ഈക്വൽ ടു 1/3. കൈകൊട്ടിക്കുക വേഗം കൈകൊട്ട്. നല്ലപോലെ കൈകൊട്ടടാ, നല്ലപോലെ കൈകൊട്ട്. മനസ്സിലായോ? ഇപ്പം 33 1/3% എവിടെയേലും കണ്ട ഇറ്റ് ഈസ് നത്തിങ് ബട്ട്, ഇപ്പോൾ 50% കണ്ട 1/2 എന്ന് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ ഒരു തോന്നലേ ഇല്ലേ? 50% എന്ന് പറഞ്ഞാൽ 1/2 എന്ന് തോന്നത്തില്ലയോ? 50/100 സോ 1/2. അതേപോലെ 1/3 ഈസ് നത്തിങ് ബട്ട് 33. അപ്പോൾ 33 1/3% എവിടെയെങ്കിലും കണ്ടാൽ മനസ്സിൽ എന്നാ വരണം? 1/3 എന്ന് വരണം. 50% എന്ന് കണ്ട, 25% എന്ന് കണ്ട, 20% എന്ന് കണ്ട. വെരി ഗുഡ്. വൺ ബൈ 6. നിങ്ങളൊന്നും എന്നെ ഹെൽപ്പ് ചെയ്യേണ്ട, ഞാൻ ഡപ്പ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഞാൻ അനലൈസ് ചെയ്തോളാം. 16.6666 ഓടുന്നു. ശരിയല്ലേ? എന്താടാ 16.6666 ഓടും. ശരിയാണോ? ഇൻറ്റു 100 പെർസെൻറ്റേജ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 16.66. ഈ 16.66നെ നമുക്ക് എങ്ങനെ എഴുതാവുന്ന 2/3%. എന്നതാ? നിർത്ത്. ഫസ്റ്റ് 16, അതെ, ഈ 0.333 ആണ് നമ്മൾ 1/3 എന്ന് എഴുതുന്നത്. അപ്പോൾ 0.6666 ഡബിൾ അല്ലേ? 1/3 ഇൻറ്റു 2 2/3. ഓ, മനസ്സിലായില്ല? നിങ്ങൾക്കൊന്നും മനസ്സിലായി? ശ്രദ്ധിക്കേ, നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഫീൽ ചെയ്യേണ്ട. നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നില്ലേ? ചിലർക്കെങ്കിലും ഞാൻ പറഞ്ഞ് മനസ്സിലായോ? 1/3 0.333ക്ക് പകരം 1/3 എഴുതുന്നെങ്കിൽ അപ്പോൾ 0.666ന് ഇൻറ്റു ഈ 1/3 ഇൻറ്റു 2, അതാ 2/3. 1/3 ഇൻറ്റു 2 2/3. സോ 16 2/3. കാരണം ഈ 33യെ നമ്മൾ അതുപോലെ ഇവിടെ എഴുതുന്നുണ്ട് 33. ഈ 16 അതുപോലെ ഇവിടെ തന്നെയുണ്ട്. ഈ 0.333യെ 1/3 എന്ന് എഴുതുന്നു, 0.666നെ 2/3 എന്ന് എഴുതുന്നു. എന്നാലും നിങ്ങൾക്ക് തൃപ്തിയില്ല, മനസ്സിലായി എനിക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ഇടണം. സാർ അങ്ങനെയൊന്നും ചെയ്യാതെ എന്നാ പറഞ്ഞ 1/6 ഈസ് ഈക്വൽ ടു 16 2/3%. ഇവിടെ വാ, ഇൻറ്റു പ്ലസ് ഇതൊന്ന് ചെയ്ത് നോക്കിക്കേ. 48 50/3%. അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ ഇടണം. ഡിവൈഡഡ് ബൈ 100 ഇത്. അതിനുശേഷം ഇങ്ങനെ ഇടണം. ഇതിനെ മേലോട്ട് എടുക്കണം. ഇതും 2. അപ്പോൾ 1/3 ഇൻറ്റു എന്താടാ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? സോ 0.3333 ഓടിയാ അത് 1/3. 0.6666 ഓടിയാ വെരി ഗുഡ്. അപ്പോൾ 0.5 ഓടിയാ 1/2. ശരി, പോട്ടെ, വേണ്ട. 0.5% കേട്ടോ, കുഴപ്പമില്ല. 25.5% എന്ന് പറഞ്ഞാൽ ആൻസർ 25 1/2 എന്ന് ഇടാവുന്ന ഞാൻ പറഞ്ഞേ. ഇവിടെ മാത്സ് ആണോ അക്കൗണ്ട്സ് ആണോ? ഇത് പ്യുവർ അക്കൗണ്ട്സ്. സാർ നിങ്ങൾ പറഞ്ഞു തന്ന അക്കൗണ്ട്സാ സാർ. 33 1/3. ഞാനിപ്പോൾ കോസ്റ്റ് സെയിൽ പറഞ്ഞു തന്ന അറ്റ്ലീസ്റ്റ് അക്കൗണ്ടൻസി കറക്റ്റ്. ഞാനിപ്പോൾ കോസ്റ്റ് സെയിലൊന്നും ഇടാതെ ഇപ്പോൾ പറഞ്ഞിരുന്നില്ലേ, അത് അക്കൗണ്ട്സ് ആണോ മാത്സ് ആണോ? ഞാൻ എന്തിൻ്റെ ടീച്ചറാ? ഇപ്പോഴാണ് എനിക്ക് മോട്ടിവേഷൻ വേണ്ടത്. അതർ ദാൻ അക്കൗണ്ട്സ് എടുക്കുന്നില്ലേ, ഞാൻ ഇതുപോലെ മാത്സ് വല്ലതും എടുക്കുവാണെങ്കിൽ സൂപ്പർ സാർ, അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്യണം. വെരി ഗുഡ്. അക്കൗണ്ട്സ് എടുക്കുമ്പോൾ ഇതുപോലൊന്നും ചെയ്യാതെ, കാരണം ഐ ആം എക്സ്പേർട്ട് ഇൻ ഇറ്റ്. എന്താടാ ഇപ്പം ഞാൻ മാത്സ് എടുക്കുന്നത് നോക്കിയാൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നറിയാതെ ഞാൻ വണ്ടറടിക്കുക. ചിലർ 0.3333 എന്ന് എഴുതി എന്നാ അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ ആൻസർ കറക്റ്റ് തന്നെയാണ്. കറക്റ്റ് ഓക്കെ ആണോ? ഇപ്പോൾ 1/3% ആയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതും? 33%. എന്നടാ 1/2% ആയിട്ട് എഴുതാൻ പറഞ്ഞ ഓക്കെ നോട്ടോക്കെ? If profit is 50% on cost, how much on sale? നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ റൈറ്റ്. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ? ഓക്കെ, 50% ഓൺ കോസ്റ്റ് എന്ന് എന്നാ അർത്ഥം?
അപ്പോൾ ഹൗ മച്ച് ഓൺ സെയിൽ? സെയിൽ. ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പെർസെൻറ്റേജിലായതുകൊണ്ട് ആൻസർ എങ്ങനെ ഇരുന്നാൽ നന്നായിരിക്കും? അപ്പോൾ 50/150 ഓൺ സെയിലിനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ 50/150 ഇൻറ്റു, അപ്പോൾ ഇത് ഹരിച്ച 3, കറക്റ്റ്. ഇതും ഹരിച്ച 33 പോയിൻറ്റ്. ഇതെങ്ങനെ എഴുതാം? അപ്പോൾ 50% ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 33 1/3% ഓൺ സെയിൽ. സർ, നിങ്ങളിപ്പോൾ 0.33 പറഞ്ഞു തന്നു, 0.666ന് 2/3 എന്ന് പറഞ്ഞു തന്നു. ഇപ്പോൾ 0.4567 വന്നാൽ എന്നാ സാർ ഞങ്ങൾ ചെയ്യണം? അത് തന്നെ എഴുത്. മനസ്സിലായോ? ഇപ്പോൾ 20.4567 എന്നെല്ലാം വന്നാൽ 20.46% അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്തു. നിങ്ങൾ കുത്തിയിരുന്നിട്ട് എന്തായിരിക്കുമോ എന്നെല്ലാം ടെൻഷൻ അടിക്കാതെ ഏതോ 0.33 അറിയാമായിരുന്നു പറഞ്ഞു തന്നു. ഇപ്പം നിങ്ങൾ 33.33യെ 33.33% എന്ന് എഴുതിയാലും കറക്റ്റ് ആൻസർ തന്നെ. ഞാൻ ചുമ്മാ പറഞ്ഞു തന്നാ 1/3 എന്നുള്ളത്. എന്താ കുറച്ച് പേരൊക്കെ പുറകിലിരിപ്പുണ്ടല്ലോ. മനസ്സിലായോടാ കുട്ടാ? നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ, വെരി ഗുഡ്. തൃപ്തിയായി. ഇപ്പം ഞാനൊന്ന് പെർസെൻറ്റേജിൽ സം തരാം. നിങ്ങൾ പെർസെൻറ്റേജിൽ ആൻസർ കണ്ടുപിടിച്ച് തരുമോ? എഴുതിക്കാൻ നോക്കട്ടെ, നിങ്ങൾ വലിയ ആൾക്കാരാണെന്ന് അറിയാമല്ലോ. ഇഫ് പ്രോഫിറ്റ് ഈസ് 1, 20% on cost, is equal to percentage. How much percentage on sale? പെർസെൻറ്റേജിൽ വേണം ആൻസർ. നിങ്ങളിതുപോലെ ഒരുപാട് ഡെസിമൽ പ്ലേസ് വന്നാൽ ഡെസിമൽ അങ്ങനെ റൗണ്ട് ഓഫ് ചെയ്തിട്ടോ. 2 ഡെസിമലിൽ പെർസെൻറ്റേജ് വേണം. എത്ര ഡെസിമൽ? ഇപ്പോൾ 14.4567 എന്ന് വന്നാൽ 14.46% റൗണ്ടാ. ഓക്കെ ആണോ? അല്ലെങ്കിൽ 4 ഡെസിമൽ വരേക്ക് എഴുതിയ അക്യുറസി എന്നതാ? നിങ്ങൾക്ക് നാളെ അക്യുറേറ്റാ വേണമെങ്കിൽ എത്ര ഡെസിമൽ യൂസ് ചെയ്യണം? പറഞ്ഞേ. എക്സലൻറ്റ്. എന്നെങ്കിലും അക്യുറേറ്റാ വേണം സർ. ശകലം കൂടെ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാനിടുന്ന മാത്സിൽ എന്നാൽ എത്ര ഡെസിമൽ യൂസ് ചെയ്യണം? 4 ഡെസിമൽസ് നിങ്ങൾ യൂസ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദി അക്യുറേറ്റ് ആൻസർ. 2 ഡെസിമലിന് റൗണ്ട് ഓഫ് ചെയ്താൽ നിങ്ങളുടെ ഉത്തരത്തിനും ബുക്കിലെ ഉത്തരത്തിനും ഒരു 2-3 നമ്പർ വ്യത്യാസം ഉണ്ടാവും. അക്യുറേറ്റ് ആയിട്ട് ബുക്ക് ആൻസർ വേണമെങ്കിൽ 4 ഡെസിമൽസ് എപ്പോഴും യൂസ് ചെയ്താൽ അക്യുറസി ഉണ്ടാവും. മനസ്സിലായില്ലേ? റൈറ്റ്. നാളേക്ക് ഒരു സം ചെയ്യുന്നു. നിങ്ങളുടെയും ബുക്കിലെ ആൻസറിനും പ്രോഫിറ്റിനും ഒരു 3 രൂപ ഡിഫറൻസ് വരുന്നുണ്ടല്ലോ. തെറ്റിപ്പോയോ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ 2 ഡെസിമലിൽ ചെയ്തിട്ടുണ്ടാവും. അവൻ എത്ര ഡെസിമലായിരിക്കും ചെയ്തിരിക്കുന്നത്? 4 ഡെസിമൽ. 4 ഡെസിമലിൽ നിങ്ങൾ റൗണ്ട് ഓഫ് ചെയ്താൽ എപ്പോഴും പെർഫെക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ? നോട്ട് ഓക്കെ? നെക്സ്റ്റ് അടുത്തത്. ഇഫ് പ്രോഫിറ്റ് ഈസ് 25% ഓൺ കോസ്റ്റ്. ഫസ്റ്റ് 20% ഓൺ കോസ്റ്റ് പറഞ്ഞു. രണ്ടാമത്തേത് 25% ഓൺ കോസ്റ്റ്. ഹൗ മച്ച് ഓൺ സെയിൽ? നെക്സ്റ്റ്. ഇഫ് പ്രോഫിറ്റ് ഈസ് 33 1/3% ഓൺ കോസ്റ്റ്. Next, if profit is 25% on sale, how much on cost? മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന്? നെക്സ്റ്റ്, if profit is 40% on sale, how much on cost? Next, if profit is 50% on cost, how much on sale? അത്രയേ ഉള്ളടാ പിള്ളേരെ. If profit is 20% on cost, 16 2/3% on sale. 16.67 വന്നോ? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എക്സാമിനേഷനിൽ അറിയാവോ അത്? നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. എന്നാ യൂസ് ചെയ്യാം? CA എക്സാമിൽ യു ആർ അലൗഡ് ടു യൂസ് കാൽക്കുലേറ്റർ. അക്കൗണ്ടൻസി ക്ലാസ്സിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് വാ. അതൊരു തീരെ ചെറിയ സൈസ് കാൽക്കുലേറ്റർ വാങ്ങാതെ ഇച്ചിരി നല്ല സൈസ് വാങ്ങുക. അതിൽ ഒരു നമ്പർ അമുക്കിയാൽ 2 നമ്പർ അമുങ്ങും. മനസ്സിലായോ? കണ്ടതിനൊക്കെ കാശ് ചിലവാക്കുന്നതിന് വരെ ഒരു നല്ല കാൽക്കുലേറ്റർ മേടിച്ചോ. ഒരു 400 രൂപ വില വരുന്ന കാൽക്കുലേറ്റർ മേടിച്ചോ. 20% ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 16 2/3% ഓൺ സെയിൽ. 25% ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 20% ഓൺ സെയിൽ. 33 1/3% ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 25% ഓൺ സെയിൽ. തെറ്റിച്ചല്ലോടാ കുട്ടാ.
കാരണം 33 1/3% ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 1/3 ഓൺ കോസ്റ്റ് വിച്ച് ഈസ് 1/4 ഓൺ സെയിൽ വിച്ച് ഈസ് 25% ഓൺ സെയിൽ. പറഞ്ഞേ എത്രയാണ് എഴുതിയിരിക്കുന്നത്? 24.9 എന്നല്ല എഴുതിയിട്ടുണ്ടല്ലേ? അതെന്താണോ നിങ്ങൾ 4 ഡെസിമൽസ് എടുത്ത് റൗണ്ട് ചെയ്തില്ല. 25%. ആൻസർ എത്രയാ? 25% ആൻസർ. ഓക്കേ, തേർഡ് സമ്മിന് ആൻസർ എത്ര പെർസെൻറ്റ്? വെരി ഗുഡ്. ഫോർത്ത് സം 25% ഓൺ സെയിൽ ഈസ് ഈക്വൽ ടു 33 1/3% ഓൺ കോസ്റ്റ്. 33 1/3% ഓൺ കോസ്റ്റ്. 40% ഓൺ സെയിൽ എന്തുവാ? 40% ഓൺ സെയിൽ എത്രയാ കുട്ടാ ആൻസർ? 66 2/3 കുട്ടാ ഓൺ കോസ്റ്റ്. 66 2/3 ഓൺ കോസ്റ്റ്. 66 2/3% ഓൺ കോസ്റ്റ്. അതിനുശേഷം 50% ഓൺ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 33 1/3% ഓൺ സെയിൽ. ഹൗ മെനി ഓഫ് യു ഗോട്ട് ഓൾ ദ 6 കറക്റ്റ്? ഓക്കെ, തെറ്റിച്ച് കളഞ്ഞവരൊക്കെ മറ്റുള്ളവരുടെ നോക്കി ചെക്ക് ചെയ്തോളൂല്ലോ അല്ലേ? എന്താടാ, അതോ ഞാൻ ഇനിയും വല്ലതും എക്സ്പ്ലെയിൻ ചെയ്യണോ? അടുത്ത ക്ലാസ്സിലും ഇത് തന്നെയാണ്, നമ്മൾ കുറച്ചുകൂടെ ഡെപ്ത് ആയിട്ട് നോക്കും. നിർത്തിക്കേ.